ഡെയിലി ഗോസ്പലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പങ്കുവയ്ക്കാൻ ലഭിച്ചിരിക്കുന്ന വചനഭാഗം ലൂക്കായുടെ സുവിശേഷത്തിലെ 10-ാം അധ്യായം 29 മുതലുള്ള തിരുവചന ഭാഗങ്ങളാണ്. ഇത് യേശുവിനെ ഒന്ന് പരീക്ഷിക്കുവാൻ വേണ്ടി ഒരു നിയമജ്ഞൻ യേശുവിനോട് ചോദിക്കുന്നൊരു ഭാഗമാണ്. ആരാണ് എൻ്റെ അയൽക്കാരൻ? യേശു അതിന് ഒരു കഥയിലൂടെയാണ് മറുപടി പറഞ്ഞത്. ഒരാൾ ജെറുസലേമിൽ നിന്നും ജെറീക്കോയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. യാത്രാമധ്യേ കവർച്ചക്കാർ അയാളെ ഉപദ്രവിക്കുകയും അയാളുടെ വസ്ത്രവും ധനവും എല്ലാം അപഹരിച്ച് അയാളെ അർത്ഥപ്രാണനാക്കി വഴിയരികിൽ ഉപേക്ഷിച്ചിട്ട് പോയി. അതുവഴി ഒരു പുരോഹിതൻ വന്നു. പുരോഹിതൻ അയാളെ കണ്ടെങ്കിലും അയാളെ സഹായിക്കാൻ തുനിയാതെ കടന്നു പോവുകയാണ് ചെയ്തത്. പിന്നീട് ഒരു ലേവായൻ വന്നു. ഈ ലേവായനും ഇദ്ദേഹത്തെ കണ്ടുവെങ്കിലും ഈ മനുഷ്യനെ സഹായിക്കുവാനോ ശുശ്രൂഷിക്കുവാനോ തയ്യാറാകാതെ അദ്ദേഹവും കടന്നു പോവുകയാണ് ചെയ്തത്. പിന്നീട് വന്നത് ഒരു സമരിയാക്കാരനാണ്. ഈ സമരിയാക്കാരൻ ഈ മനുഷ്യനോട് അലിവ് തോന്നുകയും അയാൾ തൻ്റെ കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങി ഇയാളെ ശുശ്രൂഷിക്കുകയും അയാളുടെ മുറിവുകൾ വെച്ച് കെട്ടുകയും അയാൾക്ക് കുടിക്കുവാനായിട്ട് പാനീയം നൽകുകയും അതിനുശേഷം ഇയാളെ ഒരു സത്രത്തിൽ കൊണ്ടുവരികയും സത്രം സൂക്ഷിപ്പുകാരനോട് ഈ മനുഷ്യനെ ശുശ്രൂഷിച്ചു കൊള്ളണം, എന്ത് ചെലവ് വന്നാലും ഞാൻ തന്നുകൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് കുറച്ച് പണവും കൊടുത്തുകൊണ്ട് യാത്രയാകുന്നു. യേശു ചോദിക്കുന്നു, ഇവിടെ ആരാണ് യഥാർത്ഥത്തിൽ ഈ ആക്രമിക്കപ്പെട്ട മനുഷ്യന് അയൽക്കാരനായത്? നോക്കുക, ഇവിടെ വന്നിരിക്കുന്ന ഇതിൽ ഈ മനുഷ്യനെ കടന്നുപോയ 3 പേരിൽ ആദ്യത്തെ ആൾ പുരോഹിതനാണ്. ഒരു പുരോഹിതൻ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനെ, ഒരു അപകടത്തിൽപ്പെട്ട ഒരു മനുഷ്യനെ ശുശ്രൂഷിക്കേണ്ട ആളാണ്. പക്ഷെ അദ്ദേഹം അതിന് തുനിയാതെ തൻ്റെ പുരോഹിത പ്രവർത്തനത്തിന് വേണ്ടി അദ്ദേഹം പോകുന്നതായിട്ടാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ ഒരു ലേവായൻ എന്ന് പറയുന്നതും ദൈവാലയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അയാളും യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനെ, അപകടത്തിൽപ്പെട്ട ഒരു മനുഷ്യനെ ശുശ്രൂഷിക്കാൻ വേണ്ടത്, പക്ഷെ അതും ചെയ്തില്ല. ഇവിടെ സമരിയാക്കാരൻ എന്ന് പറയുന്ന ഒരാള് അവര് യഥാർത്ഥത്തിൽ ഈ സമരിയയിലുള്ള ആൾക്കാര് പൊതുവെ ദുഷ്ടരാണ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. പക്ഷേ അയാൾ മനസ്സിൽ അലിവുള്ളവനായിരുന്നു. അതുകൊണ്ടാണ് അയാൾ ഇയാളെ ശുശ്രൂഷിക്കുന്നത്. ഇനി നമ്മളുടെ ജീവിതത്തിൽ ഇതേപോലെ തന്നെ ചില അവസരങ്ങൾ ഉണ്ടാകാറുണ്ട്. നമ്മളുടെ ചുറ്റുമുള്ള ആൾക്കാരുടെ ദൈന്യതയിൽ, അവരുടെ രോഗാവസ്ഥയിൽ, അവരുടെ സാമ്പത്തിക പ്രതിസന്ധിയിൽ, അല്ലെങ്കിൽ അവരുടെ കുടുംബ കലഹത്തിൽ നമ്മൾ ആരായിട്ടാണ് പ്രതികരിക്കുന്നത്? ഈ പുരോഹിതനെ പോലെ കണ്ടിട്ടും കാണാതെ പോവുകയാണോ? അല്ലെങ്കിൽ ഈ ലേവായനെ പോലെ നമ്മളും നിസ്സംഗരായിട്ട് നമ്മൾ കടന്നു പോവുകയാണോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതാ നമ്മൾ സമരിയാക്കാരനെ പോലെ അവർക്ക് ആശ്വാസം പകരുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മൾ മാറുന്നുണ്ടോ? ഒന്ന് ഓർത്തു നോക്കുക. നമ്മളുടെ ചുറ്റും ദൈന്യതയുള്ള ഒരുപാട് പേരുണ്ട്, ദാരിദ്ര്യമുള്ളവരുണ്ട്, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായവരുണ്ട്. അപ്പോൾ അവരുടെ അടുത്തൊക്കെ ചെന്നതിന് ശേഷം നമ്മൾ കഴിച്ച വിഭവസമൃദ്ധമായിട്ടുള്ള ആഹാരത്തെക്കുറിച്ച് വർണ്ണിക്കുമ്പോൾ ഓർത്തുകൊള്ളുക, അതിലും വലിയൊരു ക്രൂരതയില്ല, അതിലും വലിയൊരു പാപവുമില്ല. അതുകൊണ്ട് നമ്മൾക്ക് ചെയ്യാവുന്ന കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ചെയ്യാവുന്ന നന്മകൾ മറ്റുള്ളവർക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കരുത് എന്നല്ലേ പറയുന്നത്. അതുകൊണ്ട് നമ്മൾക്ക് മനസ്സലിവുള്ള വ്യക്തികളായിട്ട് മാറാം. ഈ സമരിയാക്കാരനെ പോലെ ആകുവാനായിട്ട് ഓരോ ദിവസവും എനിക്ക് അവസരം തരണേ എന്ന് നമ്മൾക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഓരോ ദിവസവും നമ്മൾക്ക് ഫലപ്രദമായ രീതിയിൽ നമ്മൾക്ക് വിനിയോഗിക്കാം. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നൽകട്ടെ എന്നും നിങ്ങളുടെ യാചനകൾക്ക് ഉത്തരം ലഭിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും മറ്റൊരു സന്ദേശവുമായിട്ട് നമ്മൾക്ക് നാളെ കാണാം.